ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ there എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗങ്ങളാണ്. there എന്ന വാക്കിന് അവിടെ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ നാം കാണുന്ന വാചകങ്ങളിൽ അർത്ഥമില്ല. നേരത്തെ ഇറ്റ് എന്ന വാക്ക് ഇതുപോലെ നാം കാണുകയുണ്ടായി. ഇറ്റ് എന്ന വാക്കിന് അത്, ഇത് എന്ന അർത്ഥങ്ങളാണ് ഉള്ളത്. എന്നാൽ ഇറ്റ് എന്ന വാക്ക് അർത്ഥമില്ലാതെ വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇറ്റ് ഈസ് റെയിനിങ്, ഇറ്റ് ഈസ് ഹോട്ട്, ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ there എന്ന വാക്കും ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. there എന്ന വാക്കിന്റെ അവിടെ എന്ന അർത്ഥമില്ലാതെ ഉപയോഗിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു there is a book on the table, there is a book on the table, മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശമേലെ ഒരു പുസ്തകമുണ്ട്. there is some milk, കുറച്ച് പാലുണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങളിൽ there എന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ thereന് അവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാൽ ചോദ്യമായി. വെർബില് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ രണ്ടായി മുറിക്കുമെന്നൊക്കെ നേരത്തെ നമ്മൾ കണ്ടു. ഡസ് ഹി ഗോ, ഡു ദേ ഗോ, ഡിഡ് ഹി ഗോ, അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വെർബ് ബിയെ ഇതുപോലെ മുറിക്കില്ല എന്ന് നമ്മൾ കണ്ടു. ഇവിടെ വെർബ് ബിയുടെ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. സിംഗുലർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വാചകം ഒന്നുകൂടി എടുക്കാം. there is a book on the table, there is a book on the table, മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശമേലെ ഒരു പുസ്തകമുണ്ട്. ചോദ്യം എങ്ങനെയാണ് മലയാളത്തില്? മേശമേല്, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടോ? ഈസ് എന്ന വെർബ് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദ്യമാകും. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഈസ് there a book on the table, ഈസ് there a book on the table, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടോ? ഓക്കെ. ഈസ് there any milk, പാലുണ്ടോ? ചോദ്യം ചോദിക്കുമ്പോൾ എനി എന്ന വാക്ക് കൂട്ടിച്ചേർക്കാറുണ്ട്. ഈസ് there milk എന്ന് ചോദിച്ചാലും കറക്റ്റ് ആണ്. ഈസ് there any milk, പാലുണ്ടോ? അങ്ങനെയാണ് ചോദിക്കുക. ഈസ് there a meeting, മീറ്റിംഗ് ഉണ്ടോ? ശ്രദ്ധിക്കുക, there എന്ന വാക്കിന്റെ അവിടെ എന്നുള്ള അർത്ഥമേ ആ വാചകത്തിൽ ഇല്ല. ഈസ് there a meeting അല്ലെങ്കിൽ ഈസ് there a meeting today, ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടോ? ആ ടുഡേ എന്നുള്ള വാക്ക് വയ്ക്കുമ്പോൾ ആ വാചകത്തിന് കുറച്ചുകൂടി അർത്ഥം തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ വെച്ചത്. അല്ലാതെയും പറയാം ഈസ് there a meeting, മീറ്റിംഗ് ഉണ്ടോ? ഈസ് there an examination, പരീക്ഷയുണ്ടോ? ഈസ് there an examination today, ഇന്ന് പരീക്ഷയുണ്ടോ? ഈസ് there any sugar, പഞ്ചസാരയുണ്ടോ? ഈസ് there water, വെള്ളമുണ്ടോ? ഈസ് there water here, ഇവിടെ വെള്ളമുണ്ടോ? അങ്ങനെയാണ് ചോദിക്കുക. ശ്രദ്ധിക്കുക, ഈ വാചകങ്ങളിൽ there എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിന്റെ അർത്ഥം അവിടെ എന്നുള്ള അർത്ഥം ആ വാചകങ്ങളിലൊന്നുമില്ല. ഈ വാചകം ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് there എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇനി was എന്നുള്ള വാക്ക് നോക്കാം. അത് സിംഗുലർ ആണ്. ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ബി എന്ന വെർബ് പഠിച്ചപ്പോൾ നമ്മൾ ആ വാചകം there was a book on the table, there was a book on the table, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിന്റെ ചോദ്യമാണ് മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ? നമുക്കറിയാം was മുന്നിലിട്ടാൽ ചോദ്യമായി. was there a book on the table, was there a book on the table, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ? ചോദ്യമാണ്. was there any milk, പാലുണ്ടായിരുന്നോ? ഇവിടെ there എന്ന വാക്കിന് അർത്ഥമൊന്നുമില്ല എന്നോർക്കുക. was there a meeting, was there a meeting, മീറ്റിംഗ് ഉണ്ടായിരുന്നോ? was there a meeting yesterday, was there a meeting yesterday, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നോ? was there an examination, was there an examination, പരീക്ഷ ഉണ്ടായിരുന്നോ? was there an examination yesterday, ഇന്നലെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നോ? was there any sugar, പഞ്ചസാര ഉണ്ടായിരുന്നോ? was there water, വെള്ളം ഉണ്ടായിരുന്നോ? ഈ രീതിയിൽ ചോദ്യം ചോദിക്കാം. ഇനി ഫ്യൂച്ചർ ആയിട്ട് നാളെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കും. there will be an examination tomorrow, there will be an examination tomorrow, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. there will be a meeting tomorrow. ഇവിടുത്തെ വെർബ് ഏതാണ്? will be ആണ്. രണ്ട് വാക്കുണ്ട്. അപ്പൊ will കൊണ്ടുവന്ന് മുന്നിലിടും. ഓക്കെ. will there be a book on the table, will there be
വിൽ ബി ദെയർ അല്ല, വിൽ ദെയർ ബി എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരിക്കുമോ? ഇപ്പോഴില്ല, പിന്നീട് ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക. വിൽ ദെയർ ബി എനി മിൽക്ക്, വിൽ ദെയർ ബി എനി മിൽക്ക്, പാലുണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി എനി മിൽക്ക് ടുമാറോ, വിൽ ദെയർ ബി എനി മിൽക്ക് ടുമാറോ, നാളെ പാലുണ്ടായിരിക്കുമോ? ഈ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക. വിൽ ദെയർ ബി എനി മിൽക്ക് ടുമാറോ, വിൽ ദെയർ ബി എ മീറ്റിംഗ്, മീറ്റിംഗ് ഉണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി എ മീറ്റിംഗ് ടുമാറോ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുമോ? ഇങ്ങനെ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. വിൽ ദെയർ ബി എ മീറ്റിംഗ് ടുമാറോ, വിൽ ദെയർ ബി ആൻ എക്സാമിനേഷൻ ടുമാറോ, നാളെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി ആൻ എക്സാമിനേഷൻ ടുമാറോ, നാളെ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി എനി ഷുഗർ ടുമാറോ, നാളെ പഞ്ചസാര ഉണ്ടായിരിക്കുമോ? വിൽ ദെയർ ബി വാട്ടർ, വിൽ ദെയർ ബി വാട്ടർ, വെള്ളം ഉണ്ടായിരിക്കുമോ? ഈ രീതിയിലാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. ബി എന്ന വെർബ് വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. പ്രസൻസ്, സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ പറഞ്ഞ പല വാചകങ്ങളും there വെച്ചാണ് കൂടുതലും ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് കണ്ടത് സിംഗുലർ ആണ്. സിംഗുലർ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അർത്ഥമുള്ള വാചകമാണോ എന്നെപ്പോഴും നോക്കണം. Is there a chair in the room? Is there a chair in the room? Is there a bench in the classroom? Is there a bench in the classroom? എപ്പോഴും സിംഗുലറെ ഉപയോഗിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതെല്ലാം സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണ്. വിൽ ബി എന്നുള്ളത് സിംഗുലറിനും പ്ലൂറലിനും ഉപയോഗിക്കുക. ഇത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. വീഡിയോ കോളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഈ 4 ഫോംസ് വെർബ്സിന്റെ പഠിക്കണം. അതുപോലെ പുതിയ വെർബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകളെ ഉച്ചാരണം അർത്ഥസഹിതം പഠിക്കണം. അങ്ങനെ ഒഴുക്കോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്,
ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകളുടേത്. ആ 4 ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ 3 ഫോം പഠിച്ചാൽ മതി, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും വെർബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും. ഉച്ചാരണവും സ്പെല്ലിംഗ് അർത്ഥം വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. പിന്നെ പ്രസന്റ് ഫോമിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗുലർ കിട്ടും, മറ്റേത് പ്ലൂറല്. അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ്. ലീഡ്, ലെഡ്, ലെഡ്, റീഡ്, റെഡ്, റെഡ്. ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ. പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. റീഡ്, റെഡ്, റെഡ് എന്നാണ്. ഫീഡ്, ഫെഡ്, ഫെഡ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ്. Play, fled, fled. Pay, paid, paid. Lay, laid, laid. Say, said, said. Hear, heard, heard. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇനിയുള്ള വെർബുകള് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുകയാണ്. അറേഞ്ച്, അറേഞ്ച്ഡ്, അറേഞ്ച്ഡ്. അറ്റാക്ക്, അറ്റാക്ട്, അറ്റാക്ട്. അറ്റംപ്റ്റ്, അറ്റംപ്റ്റഡ്, അറ്റംപ്റ്റഡ്. ബ്രീത്ത്, ബ്രീത്ത്, ബ്രീത്ത്. ക്ലാപ്പ്, ക്ലാപ്ഡ്, ക്ലാപ്ഡ്. ക്യൂർ, ക്യൂർഡ്, ക്യൂർഡ്. Deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. Fool, fooled, fooled. Practice, practiced, practiced. Pull, pulled, pulled. Question, questioned, questioned. Race, raced, raced. Remind, reminded, reminded. Repeat, repeated, repeated. Request, requested, requested. ഓർക്കുക, ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം. ഓക്കെ.